എപ്പോൾ നോക്കിയാലും ഒരു ചായ കുടിച്ചാലോ എന്ന് പറയുന്ന ഒരു കൂട്ടുകാർ നമുക്ക് എല്ലാവർക്കും കാണുമല്ലേ. ഈ ചായ കുടിക്കുന്നത് ഒരു പണിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പെട്ടെന്ന് തന്നെ ചായ അഡിക്റ്റ് ആയിട്ടുള്ള നിങ്ങൾ കൂട്ടുകാരെല്ലാം ടാഗ് ചെയ്തു. കാര്യം ഞാൻ നമ്മുടെ ജനറേഷനെ ദി ബെസ്റ്റ് ആക്കുകയാണ് വ്ലോഗ് ഡിബഗിലൂടെ. ഉള്ള കാര്യം പറയാലോ, ഞാൻ ഒരു ചായ അഡിക്റ്റ് ആണ്. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അത് നിങ്ങളും തീർച്ചയായിട്ടും വരുത്തിയിരിക്കണം. ഡെയിലി ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. ഒരുപാട് കണ്ടന്റ്സും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞ് അമിതമാകുമ്പോൾ ചായ നമുക്കിട്ടൊരു പണിയാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ചായ അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക് ടെക് സൊല്യൂഷൻ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഞാൻ അവസാനം പറഞ്ഞു തരാം. ചായ അല്ലെങ്കിൽ ടീയിൽ ധാരാളം കഫീൻ കണ്ടന്റ് ഉണ്ട്. അത് നമുക്ക് ആവശ്യത്തിനാണെങ്കിലും ഓക്കെ. പക്ഷേ അനാവശ്യത്തിനായി കഴിഞ്ഞാൽ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഇത് കൂട്ടും. സാധാരണ ഇത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ചായ കുടിക്കുന്നത്. എന്നാൽ ഇത് ഒരുപാടായി കഴിഞ്ഞാൽ ഇത് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആഹാരത്തിന്റെ കൂടെ ചായ കുടിച്ചാൽ അത് വേറെ പണിയാണ്. വേണം നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാം. ആഹാരം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ചായ കുടിക്കരുത്. അതുപോലെ നമ്മുടെ ടീക്കകത്ത് ടാനിൻസ് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. അത് അയൺ അബ്സോർബ് ചെയ്യും. ഒരുപാട് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി വന്നിട്ട് അനീമിക് ആവാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ്, നിങ്ങൾ അമിതമായിട്ട് ചായ കുടിക്കുന്നതാണെങ്കിൽ ഇന്ന് മുതൽ ഹെൽത്തിഫൈ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിറ്റ്നസ് ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കിയിട്ട്